ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിന് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 282/2016 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പാൻഡ് മിഗ, MIGA എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൾട്ടിനാഷണൽ ഇൻകം ഗ്യാരണ്ടി എഗ്രിമെൻറ്റ്. ഓപ്ഷൻ ബി മൾട്ടി കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റിംഗ് ഏജൻസി. ഓപ്ഷൻ സി മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. ആൻഡ് ഓപ്ഷൻ ഡി മൾട്ടിലാറ്ററൽ ഇൻകം ജനറേറ്റിംഗ് എഗ്രിമെൻറ്റ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. എങ്ങനെയാണ്? മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ത് മിഗ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് നോക്കാം എന്താണ് മിഗ. മിഗ ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്ത് 1988 എന്തിനു വേണ്ടിയാണ്? ടു എൻകറേജ് ദ ഫ്ലോ ഓഫ് FDI. എന്തിനാണ്? ടു എൻകറേജ് ദ ഫ്ലോ ഓഫ് FDI ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസാണ് നോക്കാം. ഡെവലപ്പിംഗ് കൺട്രീസിലെ FDI ഫ്ലോ കൂടുതലാക്കി മാറ്റാൻ വേണ്ടിയാണെന്ത് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി 1988 എസ്റ്റാബ്ലിഷ് ചെയ്തത്. കൂടാതെ ചോദിക്കാറുണ്ട് എന്താണ് ഇൻഷുറൻസ് ആമായിട്ട്, വേൾഡ് ബാങ്കിൻ്റെ ഇൻഷുറൻസ് ആമായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണെന്ന്. അതെന്താണ്? നമ്മുടെ മിഗയാണ്. ഇൻഷുറൻസ് ആമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വേൾഡ് ബാങ്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ദർ ആർ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഫസ്റ്റ് നോക്കാം. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IBRD ആണിത് വരുന്നത്. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1944 IBRD എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. IDA. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1960 IDA എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, IFC. ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് IFC. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1956 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി, മിഗയാണ്. മിഗ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓൾവേസ് പറഞ്ഞു 1988 മിഗ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്, ICSID ആണ്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്. അപ്പം അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1966. ഇത് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ വരാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു മിഗ എന്ന് പറയുന്നത് എന്താണ്? മിഗ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആമാണ്. നമ്മൾ പറഞ്ഞത് ഇൻഷുറൻസ് ആമാണ്. അതേപോലെ തന്നെ IDA ആണെന്ത് ഇവിടെ സോഫ്റ്റ് ലോൺ വിൻഡോ ആയിട്ട് പ്രവർത്തിക്കുന്നത്. IDA ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇത് ചോദിക്കുന്നതാണ്. ഇൻഷുറൻസ് ആമായി പ്രവർത്തിക്കുന്നത് മിഗയാണെങ്കിൽ സോഫ്റ്റ് ലോൺ വിൻഡോ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? IDA ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൗണ്ടഡ് ട്രേഡ് ഇൻ ഫോറിൻ ട്രേഡ് ട്രാൻസാക്ഷൻ? ഫോറിൻ ട്രേഡ് ട്രാൻസാക്ഷനിൽ കൗണ്ടഡ് ട്രേഡ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ട്. അതിൽ കൗണ്ടഡ് ട്രേഡുമായി റിലേറ്റ് ചെയ്യാത്തത് ഏതല്ലെങ്കിൽ കൗണ്ടഡ് ട്രേഡ് അല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബാർട്ടർ, ഓപ്ഷൻ ബി കമ്പൻസേഷൻ, ഓപ്ഷൻ സി ഫോർഫെയ്റ്റിംഗ്, ഓപ്ഷൻ ഡി കൗണ്ടർ പർച്ചേസ് ആണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഫോർഫെയ്റ്റിംഗ് ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നോക്കാം ഓരോ ഓപ്ഷൻസ്. ഫസ്റ്റ് നോക്കിയാൽ ബാർട്ടർ ആണ്. ബാർട്ടർ എന്താണ്? കൗണ്ടർ ട്രേഡ് വരുന്നുണ്ട്, അവിടെ ഉണ്ട്. കാരണം ഒരു സാധനത്തിൽ മറ്റൊരു സാധനം, ബാർട്ടർ സിസ്റ്റം അല്ലേ? അതുപോലെ തന്നെ ബാർട്ടർ എന്ന് പറയുന്നത് കൗണ്ടറായിട്ട് മറ്റൊന്ന് വാങ്ങുകയോ വിൽക്കുകയോ അവിടെ ചെയ്യുന്നുണ്ട്. സോ ബാർട്ടർ എന്ന് പറയുന്നത് കൗണ്ടർ ട്രേഡാണ്. ഇനി അടുത്താണ് കോമ്പൻസേഷൻ. ഒരു പർച്ചേസോ സെയിലോ നടത്തുമ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം? കോമ്പൻസേഷനായിട്ട് മണി പ്രൊവൈഡ് ചെയ്യുന്നു. സോ അവിടെയും എന്താണ്? കൗണ്ടർ ട്രേഡ് വരുന്നുണ്ട്. അടുത്താണ് ഓപ്ഷൻ ഡി എന്നൊക്കെ കൗണ്ടർ പർച്ചേസ്.
എന്താണ് കൗണ്ടർ പർച്ചേസ് നോക്കാം. കൗണ്ടർ പർച്ചേസ്, വൺ ഫേം സെൽ ഇറ്റ്സ് പ്രൊഡക്റ്റ് ടു അനദർ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ആൻഡ് കോമ്പൻസേറ്റഡ് ഇൻ ഫോം ഓഫ് അതർ പ്രൊഡക്റ്റ് ഇൻ ഫ്യൂച്ചർ. അതായത് ഒരു പെർട്ടിക്കുലർ ഫേം മറ്റൊരു ഫേമിന് എന്താണ് ഒരു പ്രൊഡക്റ്റ് എന്താണ് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കും. ഒരു പ്രൊഡക്റ്റ് മറ്റൊരു ഫേമിന് സെയിൽ ചെയ്യുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻ ദ ഫോം ഓഫ് അനദർ പ്രൊഡക്റ്റ്. അത് എങ്ങനെയാണ് അവർ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? മറ്റൊരു പ്രൊഡക്റ്റ് ഫ്യൂച്ചറിൽ വാങ്ങാമെന്നോ വിൽക്കാമെന്നോ പറഞ്ഞുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എന്ത്, കൗണ്ടർ പർച്ചേസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് മറ്റൊരു ഫേമിന് സെയിൽ ചെയ്യുന്നു. അപ്പോൾ അവരിൽ നിന്ന് പകരം സെയിൽ ചെയ്യുമ്പോൾ അവന്ന് ക്യാഷ് വാങ്ങാതെ പകരം എന്ത് ചെയ്യും, ആ അവരുടെ നിന്ന് എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ നമ്മൾ തിരിച്ച് വാങ്ങിക്കോളാം, പർച്ചേസ് ചെയ്തോളാം എന്നുള്ള എഗ്രിമെൻറ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ട്രേഡിനെയാണ് കൗണ്ടർ പർച്ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഫോർഫെയ്റ്റിംഗ് ആണ് അന്നത് അല്ലേ. അടുത്ത ഫോർഫെയ്റ്റിംഗ് ആണ്. എന്താണ് ഫോർഫെയ്റ്റിംഗ്? ആക്ച്വലി ഇത് ഫിനാൻസിങ് അല്ലെങ്കിൽ ഒരു ഫിനാൻസിങ്ങിൻ്റെ ഒരു ടൈപ്പായിട്ട് വരും. നോക്കുക, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ദാറ്റ് ഹെൽപ്സ്. എന്തിനു വേണ്ടിയാണ്, ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എക്സ്പോർട്ടേഴ്സിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? റിസീവ് ഇമ്മീഡിയറ്റ് ക്യാഷ്. എക്സ്പോർട്ടേഴ്സിന് എന്താ, ഇമ്മീഡിയറ്റ് ക്യാഷ് റിസീവ് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അവർക്ക് എപ്പോഴാണ് ഇമ്മീഡിയറ്റിന് ക്യാഷ് ആവശ്യമായി വരുന്നത്? ഇമ്പോർട്ടേഴ്സ് കുറച്ച് ഡിലേ ആയിട്ട് പേയ്മെൻറ്റ് നിൽക്കുന്ന സമയത്താണെന്ത്, എക്സ്പോർട്ടേഴ്സ് വിചാരിക്കാം അവർക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് റിസീവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ സമയത്ത് സെൽ ദെയർ റിസീവബിൾസ് അറ്റ് എ ഡിസ്കൗണ്ട് ത്രൂ തേർഡ് പാർട്ടി. അപ്പോൾ അവരുടെ കയ്യിലുള്ളൊരു റിസീവബിൾസ് ഉണ്ടല്ലോ, ആ റിസീവബിൾ ഒരു തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്തിട്ട് അവരിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നു. സോ അങ്ങനെ നമുക്ക് ഒരു ഫിനാൻസിങ്, ആ ഒരു പെർട്ടിക്കുലർ ഫേമിന് ഫിനാൻസിങ് സൗകര്യം കിട്ടുന്നതിനെയാണ്, ആ ഒരു ടൈപ്പ് ഓഫ് ഫിനാൻസിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ഫോർഫെയ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ആർ ദ 3 ബേസിക് തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്? ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ താഴെ പറയുന്നതിൽ ഏതാണ് 3 തിയറീസായിട്ട് 3 ബേസിക് തിയറീസായിട്ട് വരുന്നതെന്നാണ് ചോദ്യം. ഇവിടെ നോക്കാം. ഓപ്ഷൻ എ, തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ദ ഇംപെർഫെക്റ്റ് മാർക്കറ്റ് തിയറി ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. ഓപ്ഷൻ ബി, തിയറി ഓഫ് മാർജിനൽ അഡ്വാൻറ്റേജസ്, പെർഫെക്റ്റ് മാർക്കറ്റ് തിയറി, തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. ഓപ്ഷൻ സി, തിയറി ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, കോമ്പൻസേഷൻ തിയറി ആൻഡ് ബ്രാൻഡ് ലൈഫ് സൈക്കിൾ തിയറി. ആൻഡ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഏതൊക്കെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ തിയറീസായിട്ട് വരുന്നത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഇംപെർഫെക്റ്റ് മാർക്കറ്റ് തിയറി ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം? താഴെ പറയുന്നതിൽ ഏതാണ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ, ഫിക്സ്ഡ്. ഓപ്ഷൻ ബി, ഫ്രീലി ഫ്ലോട്ടിംഗ്. ഓപ്ഷൻ സി, പെഗ്ഡ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോ ആണ്. അതായത് താഴെ തന്നിരിക്കുന്ന എല്ലാം എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. ഏതൊക്കെയാണ്? ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫ്രീ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, പെഗ്ഡ്. ഇതൊക്കെയാണ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. നോക്കാം. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഈ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ തന്നെയാണ് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. നോക്കാം. എ കൺട്രീസ് കറൻസി ഈസ് ടൈഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് ടു അനദർ കറൻസി ഓഫൺ ഇൻ ദ US ഡോളർ ഓർ ഗോൾഡ്. അതായത് ഒരു പർട്ടിക്കുലർ കൺട്രീൻ്റെ കറൻസി മറ്റൊരു കറൻസിയുമായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിൽ എന്താണ് ടൈ ചെയ്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ആക്ച്വലി ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നോർമലി അപ്പം ഇന്ത്യൻ കറൻസീൻ്റെ വാല്യൂ നോർമലി US ഡോളർ റെപ്രസെൻ്റ് ചെയ്യും. US ഡോളറിലാണ് നോർമലി കറൻസീൻ്റെ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ ഗോൾഡ്, പഴയ ഇതിലൊക്കെ ഗോൾഡിലായിരുന്നു ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ആക്ച്വലി ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളാണ് ഈ ഒരു പെർട്ടിക്കുലർ റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അവർ ഫിക്സ് ചെയ്യുന്നത്. ബ്രിട്ടൻ വുഡ് സിസ്റ്റം ഒക്കെ എന്താണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഇനി അടുത്ത ടൈപ്പാണെന്ത്, ഫ്രീ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ദ കറൻസി വാല്യൂ ഈസ് ഡിറ്റർമിൻഡ് പ്യൂർലി ബൈ മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ.
അതായത് ഇവിടെ നമ്മളൊക്കെ സെൻട്രൽ ബാങ്കോ ഗവൺമെൻറ്റോ അല്ല ആക്ച്വലി ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ആരാണ്? മാർക്കറ്റാണ്, അല്ലെങ്കിൽ എക്കണോമിക് ഫോഴ്സസ് ആണ്. ഡിമാൻഡും സപ്ലൈ ആണെന്ത് ഒരു കറൻസീൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ദ ഗവൺമെൻറ് ഓർ സെൻട്രൽ ബാങ്ക് ഡസ് നോട്ട് ഇൻ്റർവീൻ. അവരുടെ ഇൻ്റർഫിയറൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്. ഫിക്സഡിനെ തന്നെയാണ് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്താണ് ഫ്രീ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി വാസ് പ്രൊപ്പോണ്ടഡ് ബൈ. ആരാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി കൊണ്ടുവന്നതെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ സി ഡേവിഡ് റിക്കാർഡോ, ഓപ്ഷൻ ഡി ജോയൽ ഡീൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡേവിഡ് റിക്കാർഡോ. കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി കൊണ്ടുവന്നത് ഡേവിഡ് റിക്കാർഡോ ആണ്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എ ആഡം സ്മിത്ത് കൊണ്ടത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയാണ്. അതേപോലെ തന്നെ ആൽഫ്രഡ് മാർഷൽ നമ്മൾ പറഞ്ഞു. ആൽഫ്രഡ് മാർഷൽ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് കൊണ്ടുവന്നു. ഡേവിഡ് റിക്കാർഡോ ആണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ദെൻ ജോയൽ ഡീൻ ആക്ച്വലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ദ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി compare two nations and determine which nation can produce commodity in low opportunity cost. Then that country specialize in such commodity more. The opportunity cost is the cost of benefit sacrificed on choosing one alternative over another. Actually comparative advantage theory നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ഡേവിഡ് റിക്കാർഡോ ആണ്. ഇവിടെ കമ്പയർ ചെയ്യുവാണ്. എന്താണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്? കമ്പയർ ടു നേഷൻസ്, രണ്ട് നേഷൻ തമ്മിൽ കമ്പയർ ചെയ്യാണ്. എന്തിനു വേണ്ടിയാണ്? ടു ഡിറ്റർമിൻ വിച്ച് നേഷൻ ക്യാൻ പ്രൊഡ്യൂസ് കമ്മോഡിറ്റി ഇൻ ലോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഏറ്റവും കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ ഏത് കൺട്രിക്കാണ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ കമ്പയർ ചെയ്യാണ്. ദെൻ ദാറ്റ് കൺട്രി സ്പെഷ്യലൈസ് ഇൻ സച്ച് കമ്മോഡിറ്റി മോർ. അവരെന്ത് ചെയ്യണം? ആ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നാണെന്ത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന കീ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a cost of benefit sacrificed on choosing one alternative over another. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് കൺട്രി കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ സാക്രിഫൈസ് ചെയ്യുന്ന മറ്റൊരു കോസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റിക്ക് വരുന്ന കോസ്റ്റിനെയാണ് ആക്ച്വലി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.